ചേട്ടാ, തൃശൂർ മുണ്ടത്തിക്കോട് പടക്ക നിർമ്മാണശാലയിലുണ്ടായ സ്ഫോടനത്തിന്റെ ഞെട്ടലാണ് നമ്മളെല്ലാവരും. ഇതിനോടകം 15 പേരുടെ ജീവനാണ് ആ അപകടത്തിൽ പൊലിഞ്ഞത്. 4 പേര് ഇനിയും കണ്ടെത്താനുണ്ട്. ആ 4 പേർക്ക് എന്ത് പറ്റി എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും സ്ഥിരീകരണമില്ല. അവരിപ്പോഴും ജീവനോടെ ഉണ്ടോ, അല്ലെങ്കിൽ അവർക്കും അപകടം സംഭവിച്ചിരിക്കാമോ എന്ന കാര്യത്തിലൊന്നും ഇതുവരെ സ്ഥിരീകരണം വന്നിട്ടില്ല. ഇപ്പോഴും അവർക്ക് വേണ്ടിയുള്ള തിരച്ചിൽ അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. എന്താണ് അതിന്റെ വിശദാംശങ്ങൾ? സമീപകാലത്ത് കേരളം കണ്ട ഏറ്റവും വലിയ വെടിക്കെട്ട് ദുരന്തങ്ങളിലൊന്നാണ് ഇന്നലെ തൃശ്ശൂർ ജില്ലയിലെ ഈ പാടശേഖരത്തിൽ നടന്നത്. തിരുവമ്പാടി ദേശത്തിന് വേണ്ടിയിട്ടുള്ള വെടിക്കെട്ട് സാമഗ്രികൾ സൂക്ഷിച്ചിരുന്ന കമ്പപ്പുരയ്ക്ക് തീപിടിക്കുകയും അതിനെ തുടർന്നുണ്ടായ സ്ഫോടനത്തിൽ 15 പേരോളം മരിച്ചു എന്നാണ് ഔദ്യോഗികമായിട്ട് വരുന്ന കണക്കുകൾ. അത് ഒരുപക്ഷെ മരണസംഖ്യ അതിലും ഉയർന്നേക്കാമെന്നാണ് പറയുന്നത്. ഇപ്പോഴും ആശുപത്രിയിൽ മരണത്തോട് മല്ലടിച്ചുകൊണ്ട് ഏകദേശം 10-20ഓളം ആളുകൾ ഇപ്പോഴും ചികിത്സയിൽ കഴിയുന്നുണ്ട്. അവർക്കും ജീവിതത്തിലേക്ക് മടങ്ങി വരാൻ സാധിക്കട്ടെ എന്നാണ് നമുക്കും പറയാനുള്ളത്. ഇക്കഴിഞ്ഞ ദിവസമാണ് തമിഴ്നാട്ടിൽ ഒരു സമാനമായ രീതിയിൽ വിരുദ്ധനഗറിൽ ഒരു പടക്ക നിർമ്മാണശാലയ്ക്ക് തീപിടിക്കുകയും ഏകദേശം 25ഓളം ആളുകൾ മരണപ്പെടുകയും ഒക്കെ ചെയ്തു. തമിഴ്നാട് പോലുള്ള ശിവകാശിയൊക്കെ പടക്കത്തിൻ്റെ പേരുകേട്ട സ്ഥലങ്ങളാണ്. ഇന്ത്യയിലെ പടക്ക ഉൽപ്പാദനത്തിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന സ്ഥലങ്ങളിലൊന്നാണ് ശിവകാശി. അപ്പോൾ കേരളത്തിൽ ഇത്തരത്തിലുള്ള വെടിക്കെട്ട് എന്ന് പറയുന്നത് വിശ്വാസത്തിൻ്റെ ഭാഗമാണ്. അതിനുമപ്പുറം ഒരു പലതരത്തിൽ 2 ദേശക്കാർ തമ്മിലുള്ള മത്സരത്തിൻ്റെയൊക്കെ ഭാഗമാണ് കേരളത്തിൽ നടക്കുന്ന മത്സര കമ്പങ്ങൾ. ഇതിനൊരു നിയന്ത്രണം വരുന്നത്, ഇതിനൊരു നിയന്ത്രണവും ഇല്ലാതെ പോയിക്കൊണ്ടിരുന്ന വെടിക്കെട്ടെന്ന് പറയുന്നൊരു സംവിധാനത്തിന് ഒരു നിയന്ത്രണം കൊണ്ടുവരുന്നത് 2016-ലാണ്. 2016 ഏപ്രിൽ 10-ാം തീയതി കൊല്ലം ജില്ലയിലെ പരവൂരിൽ പുറ്റിങ്ങലിലുണ്ടായ വെടിക്കെട്ട് അപകടത്തിൽ 114 പേരാണെന്ന് മരിച്ചത്. ഏകദേശം 338ഓളം പേർക്ക് പരിക്കേൽക്കുകയും കോടിക്കണക്കിന് രൂപ സംസ്ഥാന ഖജനാവിനും അതുപോലെ തന്നെ കേന്ദ്ര സർക്കാരിനും ഒക്കെ നഷ്ടമായ ഒരു സാഹചര്യമായിരുന്നു. അത്ര വലിയൊരു ദേശീയ ദുരന്തമായിട്ടൊക്കെ പ്രഖ്യാപിക്കപ്പെട്ട ഒരു സംഭവമായിരുന്നു പുറ്റിങ്ങലിലുണ്ടായത്. അതിനുശേഷമാണ് ഈ വെടിമരുന്നുകൾ സംഭരിക്കുന്ന ലൈസൻസുകൾ അടക്കമുള്ളവർ സംഭരിക്കുന്ന മരുന്നുകളുടെ ഒക്കെ കണക്കിൽ കൃത്യമായിട്ടുള്ള നിയന്ത്രണം, അതോടൊപ്പം തന്നെ വെടിക്കെട്ടിനെ സൂക്ഷിക്കേണ്ട അല്ലെങ്കിൽ വെടിക്കെട്ടിന് വേണ്ടി വിനിയോഗിക്കേണ്ട വെടിക്കോപ്പുകളുടെ എണ്ണത്തിലടക്കം നിയന്ത്രണം ഉണ്ടാകുന്ന ഒരു സാഹചര്യം സംസ്ഥാനത്തുണ്ടായിരുന്നു. എന്നാൽ ഈ ഒരു സമയത്ത്, പ്രത്യേകിച്ച് ഒരു ഇലക്ഷൻ അടുത്തിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ വിശ്വാസികളുടെ ആചാരങ്ങളുടെ ഭാഗമായിട്ടാണ് വെടിക്കെട്ടെന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള അവരുടെ ആചാരങ്ങളുടെ ഭാഗമായ വെടിക്കെട്ടിലൊക്കെ കർശനമായിട്ടുള്ള നിയന്ത്രണങ്ങൾ കൊണ്ടുവരുന്ന ഒരുപക്ഷെ ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിക്കും എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും കർശനമായിട്ട് അവരെ പ്രതികൂലമായിട്ട് ബാധിക്കുന്ന ഘടകങ്ങളാണ്. അതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ ഇത്തരത്തിലൊരു നിയന്ത്രണം ഈ ഒരു വർഷം നടന്ന യാതൊരു പൂരത്തിലും ഉണ്ടായതായിട്ട് കാണാനിടയില്ല. കാരണമെന്ന് പറയുന്നത്, ഈ വർഷം സംസ്ഥാനത്ത് തന്നെ ധാരാളം മത്സര പൂരങ്ങൾ, വെടിക്കെട്ടിന് പേരുകേട്ട പല ഉത്സവങ്ങളുണ്ട്. ഹൈന്ദവ മതാചാരവുമായി ബന്ധപ്പെട്ട കാവശ്ശേരി പൂരം, അതുപോലെ തന്നെ നെന്മാറ വല്ലങ്ങി വേല, ചേലകര അന്തിമഹാകാളൻ കാവുവേല, അങ്ങനെ പല തരത്തിലുള്ള പൂരങ്ങളുണ്ട്. ഈ പൂരങ്ങളുടെ പ്രധാന ആകർഷണമെന്ന് പറയുന്നത് ഈ വെടിക്കെട്ട് തന്നെയാണ്. മധ്യകേരളത്തിലാണ് ഒരുപക്ഷെ ഏറ്റവും അധികം വെടിക്കെട്ട് നടക്കുന്നത്. ഇതിനെ ഒരു തരത്തിൽ ഇത് അപകടമാണ്, കരിയും കരിമരുന്നും വേണ്ട എന്ന് പറയുമ്പോഴും ഇതിനെ ഒരു കമ്പമായിട്ട് ഹരമായിട്ട് കാണുന്ന ആൾക്കൂട്ടമാണ് മധ്യകേരളത്തിൽ പൊതുവായിട്ടുള്ളത്. പക്ഷെ അതുണ്ടാക്കുന്ന അപകടം തിരിച്ചറിയുന്നില്ല എന്നുള്ളതാണ് സമാനമായി ഇത്തരത്തിലുള്ള ദുരന്തങ്ങൾ ഉണ്ടാകാനുള്ള പ്രധാന കാരണം. കേരളത്തിലുണ്ടായ ദുരന്തങ്ങൾ നോക്കുകയാണെങ്കിൽ 1952 ജനുവരി 14-ാം തീയതി ശബരിമലയിലുണ്ടായ വലിയൊരു വെടിക്കെട്ട് ദുരന്തം, അതിനുശേഷം ഇങ്ങോട്ട് ചെറുതും വലുതുമായ പലതരം അപകടങ്ങൾ, ഇതിലേറിയ പങ്കും ഉണ്ടായിരിക്കുന്നത് ഈ മധ്യ കേരളത്തിൽ ഈ മത്സരപൂരങ്ങളൊക്കെ നടക്കുന്ന സ്ഥലങ്ങളിലാണ്. ഈ 2016-ന് മുമ്പ് അമിതമായ അളവിൽ ഈ ഡൈനാമിറ്റുകൾ എന്നൊക്കെ പറയുന്നത് അതിനുശേഷം നിരോധിക്കേണ്ടായി. ഇത് വലിയ ഒരു തെങ്ങിൻ കുറ്റിയോളം വലിപ്പമുള്ള ഡൈനാമിറ്റുകളാണ് മാനത്തേക്ക് ഉയർന്നു പൊട്ടുന്നത്. അതിനിടെ പലതരത്തിലുള്ള അപകടങ്ങൾ പല കാലത്തും സംഭവിച്ചിട്ടുണ്ട്. ഇത് ആനപ്പാപ്പാൻ എന്ന് പറയുന്ന, ആനപ്പാപ്പാൻ്റെ പണി ആനച്ചോറ് കൊലച്ചോറ് എന്ന് പറയുന്നത് പോലെ ഈ വെടിക്കെട്ട് ജോലി ചെയ്ത് ഉപജീവനം നടത്തുന്ന വെടിക്കോപ്പുകളുമായിട്ട് ബന്ധപ്പെട്ട നിർമ്മാണം നടത്തി ഉപജീവനം നടത്തുന്ന ധാരാളം കുടുംബങ്ങൾ കേരളത്തിൽ തന്നെയുണ്ട്. അവരുടെ ഒരു പ്രധാന പ്രതീക്ഷ എന്ന് പറയുന്നത് അവരുടെ കുലത്തൊഴിലാണിത്. അത് കഴിഞ്ഞ് മറ്റൊരു തൊഴിലും ഇവർക്കറിയില്ല എന്നുള്ളതാണ് വസ്തുത. അപ്പോൾ ഇത്തരത്തിലുള്ള ആളുകളുടെ ഉപജീവന മാർഗം കൂടിയാണ് ഇത്തരത്തിലുള്ള വെടിക്കെട്ടുകൾ. സീസൺ എന്ന് പറയുന്നത് പലതരത്തിൽ കേരളത്തിലുടനീളം വെടിക്കെട്ടുകൾ നടക്കുമ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ജോലികൾ ചെയ്ത് ധാരാളം പേർ ജീവിക്കുന്നുണ്ട്. എന്നാൽ പുതുതലമുറ ഈ ഒരു രംഗത്തേക്ക് കാര്യമായിട്ട് അടുക്കുന്നുമില്ല. കേരളത്തിലെ ആനപ്പാപ്പാന്മാർക്കും ആനകൾക്കും ഫാൻസ് ഉള്ളതുപോലെ തന്നെ കേരളത്തിലെ വെടിക്കെട്ട് ആശാന്മാർക്കും ഫാൻസൊക്കെ ധാരാളമായിട്ടുണ്ട്. അത് മധ്യകേരളത്തിൽ മാത്രം കാണപ്പെടുന്ന ഒരു പ്രതിഭാസമാണ്. കുണ്ടന്നൂർ സുന്ദരൻ, വെണ്ണൂർ രാധാകൃഷ്ണൻ, അങ്ങനെ പലതരത്തിലുള്ള വെടിക്കെട്ട് ആശാന്മാരുണ്ട്. 2000-ലൊക്കെ തിരുവമ്പാടി ദിവസത്തിൻ്റെ വെടിക്കെട്ടൊക്കെ കൈകാര്യം ചെയ്തിരുന്നത് കുണ്ടന്നൂർ സുന്ദരൻ എന്ന് പറയുന്ന പ്രഗത്ഭനായ ഒരു വെടിക്കെട്ടുകാരനായിരുന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ മരണം ഈ തിരുവമ്പാടി ദേവസ്വവുമായി ബന്ധപ്പെട്ട വെടിക്കെട്ട് ജോലികൾ ചെയ്യുന്നതിനിടെ 2004-ൽ സാമ്പിൾ വെടിക്കെട്ടിനിടെ പൊട്ടാത്തൊരു ഡൈനാമിറ്റ് പോയി നോക്കുന്നതിനിടയിലുണ്ടായ അപകടത്തിലാണ് അങ്ങനെ
പ്രഗത്ഭനായ ഒരു മനുഷ്യനാണ്, അദ്ദേഹത്തിന് മരണം സംഭവിച്ചത്. അങ്ങനെ പലതരത്തിലുള്ള ആളുകൾക്ക് മരണം ഇത്തരത്തിൽ സംഭവിച്ചിട്ടുമുണ്ട്. എന്നിട്ടും ഈ ഒരു രീതി വിടാനായിട്ട് പൂരപ്രേമികൾ തയ്യാറല്ല. ഇതൊക്കെ നിരോധിക്കണം എന്ന് തന്നെയാണ് നമ്മുടെയും ആവശ്യം. കാരണം എന്ന് പറഞ്ഞാൽ മറ്റ് പല വിനോദ മാർഗങ്ങളും ഉള്ളപ്പോൾ ഈ ആനയും കരിമരുന്നും എന്തിനാണ് വേണമെന്ന് വാശി പിടിക്കുന്നതെന്ന് നമ്മൾ ഇനിയും ചിന്തിക്കേണ്ടിയിരിക്കുന്നു. കാരണം വളരെ അപകടമാണ്. അതിന് നിയന്ത്രണം ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ പോലും ചെറുതും വലുതുമായിട്ടുള്ള അപകടം ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ഈ ഗ്രീൻ ക്രാക്കേഴ്സ് പോലുള്ള വലിയ പൊല്യൂഷൻ ഉണ്ടാക്കുന്ന പടക്കങ്ങൾക്ക് പകരം ഈ ഗ്രീൻ ക്രാക്കേഴ്സ് പോലുള്ള ഹരിത പടക്കങ്ങൾ ഇപ്പോൾ മാർക്കറ്റിലൊക്കെ ഉണ്ട്. ഇത് മറ്റ് പടക്കങ്ങൾ ഉണ്ടാക്കുന്നതിൻ്റെ പകുതി മലിനീകരണം പോലുമില്ലാത്ത പൊട്ടിക്കാൻ സാധിക്കുന്ന സാധനങ്ങളുണ്ട്. പക്ഷേ ഈ രണ്ട് കരക്കാർ തമ്മിലുള്ള മത്സരത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള ദേശങ്ങൾ തമ്മിലുള്ള മത്സരമാണ് ഈ പൂരങ്ങളെന്ന് പറയുന്നത്. ഈ പൂരങ്ങളുടെ തങ്ങളുടെ ഭാഗത്തിന് കരുത്ത് കാണിക്കാൻ അതിൽ കൂടുതൽ സർക്കാർ നിഷ്കർഷിച്ചിരിക്കുന്ന അളവിൽ കൂടുതൽ വെടിമരുന്ന് സൂക്ഷിക്കാനും വെടിക്കോപ്പുകൾ നിർമ്മിക്കാനും ഒക്കെ ഇവർ ചട്ടം കെട്ടുന്നതനുസരിച്ചാണ് ഇവർ നിർമ്മിക്കപ്പെടുന്നത്. ഇത് വലിയൊരു അപകടത്തിലേക്ക് നയിക്കുന്നു എന്ന് ആണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത്. നമ്മുടെ തൃശ്ശൂർ പൂരം എന്ന് പറയുന്നത് സാധാരണഗതിയിൽ പാടശേഖരങ്ങളിൽ നടക്കുന്ന വെടിക്കെട്ടുകൾക്ക് വിപരീതമായിട്ട് തൃശ്ശൂർ പൂരത്തിനൊരു വ്യത്യാസമുണ്ട്. അതുകൊണ്ട് തന്നെ അവിടെ കുറഞ്ഞ അളവിലാണ് വെടിമരുന്ന് സൂക്ഷിക്കുന്നത്. അപ്പോൾ ഈ ഒരു അപകടം നടക്കുന്നതിന് കാരണമായ അളവ് എന്ന് പറയുന്നത് തന്നെ വളരെ ഭീകരമാണ്. ആ ഒരു പ്രദേശത്ത് തന്നെ വളരെയധികം വ്യാപ്തിയിൽ ഏതാനും വീടുകളുടെ സമീപ പ്രദേശങ്ങളിൽ ഉണ്ടായിരുന്ന വീടുകളുടെ ജനൽച്ചില്ലുകളടക്കം തകർത്തുകൊണ്ടാണ് ആ ഒരു സ്ഫോടനത്തിൻ്റെ വ്യാപ്തി. അപ്പോൾ അവിടെ ജോലി ചെയ്തിരിക്കുന്ന സാധാരണക്കാരായ മനുഷ്യർക്ക് എന്തുമാത്രം വേദനയാണ് സംഭവിച്ചിരിക്കുന്നതെന്ന് നമ്മൾ പറയാതെ തന്നെ ആളുകൾക്ക് മനസ്സിലാകും. എന്തായാലും വളരെ ദാരുണമായ അപകടമാണ് ഇന്നലെ ഈ തിരുവമ്പാടി ദേവസ്വത്തിൻ്റെ ഈ പൂരാഘോഷങ്ങളുടെ ഒരുക്കത്തിൻ്റെ ഭാഗമായി കേരളത്തിലെ ഒട്ടുമിക്ക മാധ്യമങ്ങളും ഈ ഒരു തിരുവമ്പാടി ദേവസ്വത്തിൻ്റെ ഈ വെടിക്കോപ്പ് നിർമ്മിക്കുന്ന ഈ ഒരു പാടശേഖരത്തിലേക്ക് എത്തി അവിടെ നിന്ന് ധാരാളം ദൃശ്യങ്ങൾ എടുക്കുകയുണ്ടായി. ഒരു അപകടകരമായ ഒരു പ്രവൃത്തി ചെയ്യുന്നയിടത്തേക്ക് കടന്നു ചെല്ലുമ്പോൾ കാണിക്കേണ്ട സാമാന്യ മര്യാദ പോലും അവിടെ ഉണ്ടായിട്ടില്ല. സാധാരണഗതിയിൽ ഇത്തരത്തിൽ വെടിക്കോപ്പുകൾ നിർമ്മിക്കുന്ന സ്ഥലങ്ങളിലേക്ക് പ്രവേശനമൊക്കെ കർശനമായിട്ട് നിയന്ത്രിച്ചിരിക്കും. പക്ഷേ ആർക്കും കടന്നു ചെല്ലാവുന്ന തരത്തിലേക്ക് ഇത്തരത്തിലുള്ള വെടിമരുന്ന് നിർമ്മാണശാലകൾ അവിടെ ഉപയോഗിക്കുന്ന രാസവസ്തുക്കൾ പലതരത്തിലുള്ളതാണ്. പൊട്ടാസ്യം നൈട്രേറ്റ്, കാർബൺ, അതുപോലെ തന്നെ സൾഫർ, അങ്ങനെ പലതരത്തിലുള്ള രാസമൂലകങ്ങളാണ് ഈ ഒരു വെടിമരുന്ന് എന്ന് പറയുന്നതിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്. അതിന് വിപരീതമായിട്ട് പൊട്ടാസ്യം നൈട്രേറ്റ് എന്ന് പറയുന്നത് താരതമ്യേന കുറഞ്ഞ അപകട സാധ്യതയുള്ള ഒരു രാസവസ്തുവാണ്. പൊട്ടാസ്യം ക്ലോറേറ്റ് ഉപയോഗിച്ചാൽ അത് സാധാരണ വെയിലത്ത് തന്നെ ഉണക്കാനിട്ടാൽ തന്നെ ഒരുപക്ഷെ തീപിടിക്കുകയും വലിയ അപകടങ്ങൾക്ക് നയിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ മത്സരപൂരങ്ങളുടെ ഭാഗമായിട്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഇത്തരം നിരോധിത രാസവസ്തുക്കളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് വെടിമരുന്ന് നിർമ്മിക്കുന്നൊരു പ്രവണത സമീപകാലത്തായിട്ടുണ്ട്. എന്തായാലും ഇനി അടുത്ത കാലത്തൊന്നും ഇത്തരത്തിലൊരു നിയന്ത്രണം വന്നാൽ അത് മാറ്റാൻ സർക്കാരോ ഇതുമായി ബന്ധപ്പെട്ട അധികാരികളോ ഒന്നും തയ്യാറാകില്ല. അതിനോട് ബന്ധപ്പെട്ട് ഈ വെടിമരുന്നും വെടിക്കോപ്പുകളും ഒക്കെ നിയന്ത്രിച്ച് ആനയെയൊക്കെ നിയന്ത്രിച്ചുകൊണ്ടുള്ള നല്ല രീതിയിലുള്ള പൂരങ്ങളൊക്കെ സംസ്ഥാനത്ത് നടക്കട്ടെ. അതോടൊപ്പം തന്നെ ഇനിയും അത്യാഹിതങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട അപകടങ്ങൾ ഉണ്ടാകാതിരിക്കട്ടെ എന്ന് മാത്രമേ നമുക്കും പറയാനുള്ളൂ.